ഹലോ ഗൈസ്, ഹാൻഡ് സ്റ്റാൻഡ് ടിപ്സ് ഡേ 1. ഓക്കെ, അപ്പോൾ ഈ ഒരു മാസം ഒരു 30 ദിവസത്തെ ഒരു ചലഞ്ചാണ് നമ്മൾ പറയേണ്ടത്. അതൊരു 4 ആഴ്ചത്തേക്ക് തരംതിരിക്കുക. അത് എന്തിനാണെന്ന് വെച്ചാൽ ഹാൻഡ് സ്റ്റാൻഡിൽ ഒരു തുടക്കക്കാരൻ നിൽക്കുക നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സംഭവമാണ് സ്ട്രെങ്ത് വേണോ ബാലൻസ് വേണോ കൂടുതൽ എന്നുള്ളത്. അപ്പോൾ വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇൻസ്റ്റയിൽ കാണുന്നവർ ഒന്ന് ചെറുതായിട്ട് ചുരുക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. അവിടെ പോയിട്ട് മുഴുവനായിട്ട് വാച്ച് ചെയ്യുക, നിങ്ങൾക്ക് ഉപകാരപ്പെടുകയുള്ളൂ. പിന്നെ ഈ സ്ട്രെങ്ത് ആണോ കൂടുതൽ വേണ്ടത് ബാലൻസ് ആണോ കൂടുതൽ വേണ്ടത്, എവിടെയൊക്കെ സ്ട്രെങ്ത് വേണം, ഷോൾഡർ, അതുപോലെ റിസ്റ്റ്, പിന്നെ നമ്മൾ കോർ എൻഗേജ്മെൻറ്റ്, ഇത് മൂന്നും പവറാക്കിയതിന് ശേഷം നമ്മൾ ബാലൻസും കൂടി ഒരു 30% ആഡ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾ ഹാൻഡ് സ്റ്റാൻഡ് പക്കാക്കി വരും. അപ്പോൾ ഏതൊക്കെ വർക്കൗട്ടാണെന്ന് നോക്കാം. നിങ്ങൾ ഹാൻഡ് സ്റ്റാൻഡ് ചെയ്യുന്ന മുമ്പായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് വാമപ്പ് എന്നുള്ള സെക്ഷൻ നിർബന്ധം കേട്ടോ. പിന്നെ നിങ്ങൾ മസിൽ എവിടെയും ഇവിടെ പിടിച്ചെന്ന് പറഞ്ഞിട്ട് എന്നെ പറയേണ്ട കാര്യമില്ല. അപ്പോൾ വാമപ്പ് നിർബന്ധമായിട്ട് ചെയ്യണം. അത് എന്തൊക്കെ ചെയ്യണം, നമ്മളെ റിസ്റ്റ് ഒന്ന് സെറ്റാക്കണം. അതിനെന്ത് ചെയ്യുക, ഇങ്ങനത്തെ കുറച്ച് വർക്കൗട്ടുകൾ ആഡ് ചെയ്യുക. ദെൻ ഷോൾഡർ എങ്ങനെ സെറ്റാക്കുക, 1 2 3 4. ദെൻ ഫ്രണ്ട് സ്ട്രെച്ച്. ഓക്കെ, പിന്നെ വരുന്നതാണ് നമ്മൾ ക്യാമൽ പോസ്. ഒന്ന് ഡൗൺ ചെയ്യുക, നമ്മൾ കോറൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ ഇതും ചെയ്യുക, ഷോൾഡർ, ദെൻ സ്ട്രെച്ച്. ഓക്കെ, ഇതൊക്കെയാണ് വാമപ്പിൻ്റെ സെക്ഷനിൽ വരുന്നത്. പിന്നെ നമ്മളെ പ്ലാഞ്ചിൽ ഷോൾഡർ ടാപ്പ്. പ്ലാഞ്ച് നല്ല വൃത്തിയിൽ നിൽക്കുക. 1 2 3 4. നമ്മൾ ഈ ഫസ്റ്റ് വീക്ക് നമ്മൾ സ്ട്രെങ്ത്താണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. ഇത് കൂടുതലായിട്ട് ചെയ്യുക. ഈ ഒരു 4 വർക്കൗട്ടും നമ്മളെന്ത് ചെയ്യുക, നല്ല രൂപത്തിൽ ചെയ്ത് നമുക്കൊരു നല്ലൊരു വാമപ്പ് സെക്ഷൻ ആയി കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന നമ്മൾ മെയിൻ വർക്കൗട്ടാണ് എന്ത്, വാളിപ്പോൾ എല്ലായിടത്തും ഉണ്ടാവല്ലോ. ഞാൻ നോ എക്യുപ്മെൻറ്റ്സ് പറഞ്ഞതെന്ന് വെച്ചാൽ വീട്ടിൽ വാളില്ലാത്ത ആരും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നേരെ വാൾ പ്ലാങ്ക് എന്ന് പറയും. ഇത് നേരെ ചെയ്യാം, നേരെ വാൾ പ്ലാങ്ക്. ഇത് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുക. നമ്മൾ കോറൊക്കെ നല്ല പവറാക്കി നിർത്തിയിട്ട് മാക്സിമത്തിൽ ചെയ്യുക. ഓക്കെ, സെക്കൻഡ് വണ്ണാണ് നമ്മൾ വാളിൽ പൈക്ക് ഹോൾഡ്. ഇതും ഈ 2 എക്സസൈസും കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുക. ഹാൻഡ് സ്റ്റാൻഡ് പഠിക്കുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേറെ ക്ലാസ്സിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തൊന്നും പോകണ്ട. ഇത് ഒരു നോ എക്യുപ്മെൻറ്റ്സ് സ്കില്ലാണിത്. ഏത് ഈ ഹാൻഡ് സ്റ്റാൻഡ് എന്നുള്ളത് നിങ്ങൾ വീട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വർക്കൗട്ട് ഏതാണെന്നുള്ളത് പക്കാക്കുക. ഞാൻ ചെയ്യുന്ന വർക്കൗട്ട് ഫോക്കസ് ചെയ്ത്, കാരണം നമുക്കുണ്ടായ മിസ്റ്റേക്ക് നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. ഈ ഒരു രൂപത്തിൽ പോയാൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ വാമപ്പിന് ശേഷം ഈ 2 വർക്കൗട്ടുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുക. ഡേ 1 എന്ന നിലയ്ക്ക് ഞാൻ ഈ ഒരു ടിപ്സാണ്. പിന്നെ ഫസ്റ്റ് വീക്ക് എന്ന നിലയ്ക്ക് നമ്മൾ സ്പ്ലിറ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വീക്ക്, ഈ ഫസ്റ്റ് വീക്ക് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത് സ്ട്രെങ്ത്താണ്. അപ്പോൾ ഈ വീക്കിൽ ഈ 2 എക്സസൈസും പിന്നെ തുടർച്ചയായിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഡേ എന്നുള്ള നിലയ്ക്ക് ഈ 2 വർക്കൗട്ടും പിന്നെ ഈ വാമപ്പും ഒരു 30 മിനിറ്റോ 20 മിനിറ്റോ ഏകദേശം വേണ്ടി വരുന്നുള്ളൂ. പിന്നെ പുഷപ്പിൻ്റെ കാര്യങ്ങൾ പറയണ്ടല്ലോ, പുഷപ്പ് നിർബന്ധമാണ്. പുഷപ്പ് ഞാൻ ഇതിന് കൂടെ ആഡ് ചെയ്യാം. പിന്നെ പുഷപ്പ് ഇപ്പോഴും ചെയ്യാനറിയാത്ത ഇഷ്ടം പോലെ ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് പുഷപ്പ് ഏതൊക്കെ പൊസിഷനിൽ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളൊരു വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. പിന്നെ സബ്സ്ക്രൈബ് ഫോളോ ഒന്നും മറക്കണ്ട കേട്ടോ. ഓക്കെ.